കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you. Hi, welcome to LearnWise. ഇഗ്നോ ഫോക്കസ് 2.0 ഇഗ്നോയുടെ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് എല്ലാ ലേണേഴ്സിനും വെൽക്കം ചെയ്യുന്നു. എലക്ടീവ് പേപ്പർ ആയിട്ടുള്ള BGDG 172 ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ജനറൽ അനാലിസിസ്. ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ആസ്ക്ഡ്. ക്വസ്റ്റ്യൻ രണ്ട് സെക്ഷൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സെക്ഷൻ A, സെക്ഷൻ B. സെക്ഷൻ A വന്നിട്ട് 500 വേർഡ്സിന് ആണ് എഴുതാനായിട്ട് ചോദിക്കുന്നത്. 500 വേർഡ്സ് എന്ന് പറയുമ്പോൾ 15 മാർക്കിനാണ് ഓരോ ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ടാവുക. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ഡീപ്പർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഓരോ ടോപ്പിക്സിനെ പറ്റിയിട്ടും ലേണേഴ്സിന് ഉണ്ടാവണം. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് അതിന്റെ എക്സ്പ്ലനേഷൻസ് കൊടുക്കാം, നിങ്ങൾക്ക് അതിൽ വരുന്ന ക്രിട്ടിക്കൽ ഇവാലുവേഷൻസ് എഴുതാം, എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാം. ഇനി സെക്ഷൻ B, അതായത് 300 വേർഡ്സിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 10 മാർക്കാണ് ഈ ഒരു ഓരോ ക്വസ്റ്റ്യൻസിന് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഡെഫിനിഷൻസ്, ഡിസ്ക്രിപ്ഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതായത് കോൺസെപ്റ്റ്സ്, ഇതെന്താണ് ഈ ഫിനോമിന എങ്ങനെ വരുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെക്ഷൻ Bക്കകത്ത് ചോദിക്കുന്നുണ്ടാവുക. അടുത്തത് കവറേജ് ഓഫ് സിലബസ് ടോപ്പിക്സ് ആണ്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നെന്ന് പറയുന്ന മൾട്ടിപ്പിൾ ടേംസുകളും കീ കോൺസെപ്റ്റ്സുകളും റെക്കറിംഗ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന പേപ്പറിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത്. സോ ജെൻഡർ ആൻഡ് വയലൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകൾ ഒരുപാട് ചോദിക്കുന്നുണ്ട് ഈ ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പേപ്പറിനകത്ത്. ചോദിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ജെൻഡർ ബേസ്ഡ് വയലൻസുകൾ, ഡൊമസ്റ്റിക് വയലൻസുകൾ എങ്ങനെയാണ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആവുന്നത്, സെക്ഷുവാലിറ്റിയും മസ്കുലിനിറ്റിയും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ വയലൻസിന് റിലേറ്റ് ചെയ്ത് വരുന്നത്, ഇങ്ങനെയുള്ള ടോപ്പിക്സുകളാണ് ജെൻഡർ ആൻഡ് വയലൻസ് ഏരിയയിൽ നിന്ന് ചോദിക്കുന്നുണ്ടാവുക. അടുത്തെന്ന് പറയുന്നത് റോൾ ആൻഡ് സ്റ്റീരിയോ ടൈപ്സ് റിലേറ്റഡ് വരുന്ന ടോപ്പിക്സ് ആണ്. ഇതിൽ പ്രധാനമായിട്ടും എങ്ങനെയാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്സുകൾ വരുന്നത്, അത് എങ്ങനെയാണ് മീഡിയാസും ലിറ്ററേച്ചറും അത് പോർട്രേ ചെയ്യുന്നത്, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് റോൾ ആൻഡ് സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്നത്. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ കൺസ്ട്രക്ട് ആണ്. ഇതിനകത്ത് വരുന്നത് എങ്ങനെയാണ് മാരേജ്, ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്, മാരേജിന്റെ പല ഫോംസുകൾ എങ്ങനെയാണ് സോഷ്യൽ കൺസ്ട്രക്ട്, ജെൻഡർ റോൾസ് എങ്ങനെയാണ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആവുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ കൺസ്ട്രക്ട് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വരുന്നത്. അടുത്തത് വർക്ക് ആൻഡ് എക്കണോമിക് ആസ്പെക്ട്സ് ആണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ജെൻഡർ വർക്ക് പ്ലേസിൽ വരുന്നത്, അതിന്റെ ഇമ്പാക്ട്സ് എന്താണ്, ഗ്ലോബലൈസേഷൻ വന്നത് വഴി ഇമ്പാക്ട് എന്തൊക്കെ ഏരിയാസ് വർക്ക് ആൻഡ് എക്കണോമിക്സിൽ വന്നിട്ടുണ്ട്, എക്കണോമിക് തിയറീസ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ജെൻഡർ റിലേറ്റ് ചെയ്ത് വരുന്ന എക്കണോമിക് തിയറീസുകൾ ചോദിക്കുന്നുണ്ട്. എന്താണ് ഡബിൾ ബർഡൻ, എന്താണ് മാർജിനലൈസേഷൻ, ഇതുപോലുള്ള ടോപ്പിക്സുകൾ റെക്കറിംഗ് ആയിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അടുത്തത് ഹെൽത്ത് ആൻഡ് പോളിസീസ് ആണ്. ഹെൽത്ത് ആൻഡ് പോളിസീസ് വരുമ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്, ഡിഫറെന്റ് ആയിട്ടുള്ള പോളിസീസ് വരുന്നത്, ഗവൺമെന്റ് അതൊക്കെ പുതിയ തരം പോളിസീസ് കൊണ്ടുവരുന്നുണ്ട്. ജെൻഡറും ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണ് ജെൻഡർ സ്റ്റഡീസിനകത്ത് വരുന്നത്, ഇങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകളാണ്. പിന്നെ വരുന്നത് ക്രിട്ടിക്കൽ തിയറീസ് ആൻഡ് അപ്രോച്ചസ് ആണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തിയറട്ടിക്കൽ അപ്രോച്ച് ജെൻഡർ സ്റ്റഡീസിനകത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള രീതിയിലുള്ള അപ്രോച്ചുകളും എക്സാമിന് ചോദിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് നോട്ടബിൾ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ് ഏരിയ ആണ്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് എങ്ങനെ ഫോക്കസ് ചെയ്യാം
എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. എങ്ങനെയാണ് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് വരുന്നത്, ഈ തിയറീസ് പഠിക്കുന്നത് കൊണ്ട് അതിനെ എങ്ങനെ നമുക്ക് റിയൽ വേൾഡിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നു, ഇങ്ങനെയുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസും എക്സാമ്പിൾസും എക്സാമിന് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി റെക്കറൻസ് ഓഫ് കോർ കോൺസെപ്റ്റ്സ്, അതായത് ഇവിടെ വരുന്ന തീംസ് എന്ന് പറയുന്നത് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്, ഫോംസ് ഓഫ് ജെൻഡർ വയലൻസ്, ജെൻഡർ റോൾസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൺസിസ്റ്റന്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ എക്സാമിനും ചോദിക്കുന്നുണ്ട്. ഈ പറയുന്ന ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഏരിയയിലെ കരിക്കുലത്തിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കോർ ടോപ്പിക്സുകളാണ് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസും ജെൻഡർ ബേസ്ഡ് വയലൻസ്, ജെൻഡർ റോൾസ് എന്ന് പറയുന്നത്. ഇനി ഇവോൾവിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോമാറ്റ്സ് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പറയുന്ന കരിക്കുലത്തിനകത്ത് ഡിഫറൻസ് ആയിട്ടുള്ള ഷിഫ്റ്റ്സുകൾ വരുന്നത്, സൊസൈറ്റിയിലും അക്കാഡമിക്കൽ ഡിസിഷൻസിലും വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തത് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. ഈ ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ സിലബസ് ബ്ലോക്ക് അക്രോസ് എക്സാം ടേംസ്, സിലബസ് ഓരോ ബ്ലോക്കിനനുസരിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. ഇതിനകത്ത് ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചറിനകത്ത് മൊത്തം 6 ബ്ലോക്കാണ് ഉള്ളത്. ഒന്നാമത്തെ ബ്ലോക്ക് വന്നിട്ട് കോൺസെപ്ച്വലൈസിങ് ജെൻഡർ എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ്. ബ്ലോക്ക് 2 വന്നിട്ട് ജെൻഡർ ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ബ്ലോക്കാണ്. ബ്ലോക്ക് 3 വന്നിട്ട് ജെൻഡർ ആൻഡ് വർക്ക് എന്ന് പറയുന്ന ബ്ലോക്കാണ്. ബ്ലോക്ക് 5 എന്ന് പറയുന്നത് ജെൻഡർ ആൻഡ് ലോ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ബ്ലോക്കാണ്. ബ്ലോക്ക് 6 എന്ന് പറയുന്നത് ജെൻഡർ റെപ്രസെന്റേഷൻ ആൻഡ് മീഡിയ എന്ന് പറയുന്ന ബ്ലോക്കാണ്. ഇത്രയും ബ്ലോക്കുകളാണ് ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചറിനകത്ത് വരുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഡിസംബർ 2021, ജൂൺ 2022, ഡിസംബർ 2022, ജൂൺ 2023, ഈ ഇത്രയും വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ബ്ലോക്ക് 1നകത്ത് ആ കോൺസെപ്ച്വലൈസിങ് ജെൻഡർ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കിനകത്ത് ഡിസംബർ 2022 ആവുമ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഹൈപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നതിനകത്ത്. ജൂൺ 2023 ആവുമ്പോൾ ബ്ലോക്ക് 3 ജെൻഡർ ആൻഡ് വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം വളരെ കുറഞ്ഞതായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തത് ബ്ലോക്ക് 2 2023 ജൂൺ ആവുന്ന സമയത്ത് ജെൻഡർ ആൻഡ് ഫാമിലിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജെൻഡർ ആൻഡ് വർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ജൂൺ 2023 ആവുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്ത് വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ബേസ്ഡ് ഓൺ ദ ഗ്രാഫ് നമുക്ക് ഈ ആ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇല്ലസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ നമ്മൾ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്നത് ഡിസംബർ 2021 മുതൽ ജൂൺ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ബേസ്ഡ് ഓൺ ദ ഒബ്സർവേഷൻ ബ്ലോക്ക് 1 കോൺസെപ്ച്വലൈസിംഗ് ജെൻഡർ എന്ന് പറയുന്ന ബ്ലോക്കിനകത്ത് ഹൈ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ബ്ലോക്കിൽ നിന്ന് വരുന്നത് പ്രധാനപ്പെട്ടും ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള ജെൻഡർ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കോൺസെപ്റ്റ്സുകളാണ്. സെക്സ്, ഫെമിനിറ്റി, മസ്കുലിനിറ്റി, ജെൻഡർ സ്റ്റീരിയോടൈപ്സ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് 1നകത്ത് നിന്ന് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അടുത്തത് ബ്ലോക്ക് 3. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ജെൻഡർ ആൻഡ് വർക്ക് എന്ന് പറയുന്ന ബ്ലോക്കാണ്. ഈ ഒരു ബ്ലോക്കിനകത്ത് ഒരു സബ്സ്റ്റാൻഷ്യൽ കവറേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജെൻഡർ ഇഷ്യൂസ് എങ്ങനെയൊക്കെയാണ് വർക്ക് പ്ലേസിൽ വരുന്നത് എന്നുള്ളത്. ഈ ഒരു കരിക്കുലത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ജെൻഡർ ആൻഡ് വർക്ക് ആണ്. കാരണം അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. അടുത്തത് ബ്ലോക്ക് 5 ജെൻഡർ, ലോ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ബ്ലോക്കാണ്. ഫ്രീക്വന്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മൾ നോക്കുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻക്രീസ്ഡ് ഫോക്കസ് ഈ ഒരു ഏരിയക്കകത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ലീഗൽ ആൻഡ് സൊസൈറ്റിയൽ ഇഷ്യൂസ് എങ്ങനെയാണ് ജെൻഡറിനെ അഫക്ട് ചെയ്യുന്നത്, അത് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസും ഇഷ്യൂസും ഒക്കെയാണ് ഈ ഒരു ബ്ലോക്കിനകത്ത് വരുന്നത്. അടുത്തത് ബ്ലോക്ക് 2 ജെൻഡർ ആൻഡ് ഫാമിലി ആൻഡ് ബ്ലോക്ക് 6 ജെൻഡർ റെപ്രസെന്റേഷൻ ആൻഡ് മീഡിയ. ഫ്യൂർ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ചോദിക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷെ ബ്ലോക്ക് 6ൽ കൺസിസ്റ്റന്റ്ലി വളരെ ലീസ്റ്റ് ആയിട്ടുള്ള ഫോക്കസ് ആണ് ഇഗ്നു ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന സമയത്ത് കൊടുക്കുന്നതായിട്ട് കാണുന്നത്. അടുത്തത് ഹൈലൈറ്റ്സ്. സോ കൺസിസ്റ്റന്റ്ലി ഹയർ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് ബ്ലോക്ക് 1ൽ നിന്നും ബ്ലോക്ക് 3ൽ നിന്നുമാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൂടുതലും പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 3ഉം ആണ്. കാരണം ഈ ഒരു സബ്ജക്റ്റിന്റെ കോർ ആയിട്ടുള്ള തീംസുകളും കാര്യങ്ങളും വരുന്നത് ബ്ലോക്ക് 1ലും ബ്ലോക്ക് 3ലുമാണ്. ലെസർ എംഫസൈസ് കൊടുത്തിട്ട് പഠിക്കേണ്ട ബ്ലോക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് 6 ആണ്. മീഡിയ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ബ്ലോക്ക് ആണ്. അടുത്തത് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ്. യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം ആണ്. ബ്ലോക്ക് 1 വന്നിട്ട് കോൺസെപ്ച്വലൈസിംഗ് ജെൻഡറും ബ്ലോക്ക് 2 ജെൻഡർ ആൻഡ് ഫാമിലി ആണ്.
സോ നമ്മൾ ഡിസംബർ 2021, ജൂൺ 2022, ഡിസംബർ 2022, ജൂൺ 2023 ഇത്രയും വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് യൂണിറ്റ് 1-ൽ നിന്ന് ഹയർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ യൂണിറ്റ് 2-ൽ നിന്ന് ഹയർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കുന്നത് ജൂൺ 2022-ലാണ്. ഡിസംബർ 2021-ല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് യൂണിറ്റ് 1-ൽ നിന്നാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ചത് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് യൂണിറ്റ് 3-ൽ നിന്നും ഡിസംബർ 2021-ല് ചോദിച്ചതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഡിസംബർ 2022 വരുന്ന സമയത്ത് യൂണിറ്റ് 1-ൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ് 3-ൽ നിന്നും അതിന്റെ അത്രയും ഇല്ലെങ്കിലും കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഒരു യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ ജൂൺ 2023 ആവുന്ന സമയത്തും യൂണിറ്റ് 2-ൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജൂൺ 2023 ആവുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടും യൂണിറ്റ് 1-ൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ് 2-ൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 3-ൽ നിന്നും ലെസർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ബ്ലോക്ക് 2 വരട്ടെ. ബ്ലോക്ക് 2-നകത്ത് ജെൻഡർ ആൻഡ് ഫാമിലി ആണ്. ജെൻഡർ ആൻഡ് ഫാമിലി എടുക്കുന്ന സമയത്ത് യൂണിറ്റ് 5-ഉം യൂണിറ്റ് 6-ന്റെയും ഒരു അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ജെൻഡർ ആൻഡ് ഫാമിലി എടുക്കുന്ന സമയത്ത് ഡിസംബർ 2021-ല് ഹയർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് യൂണിറ്റ് 5-ൽ നിന്നും യൂണിറ്റ് 6-ൽ നിന്നും വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബ്ലോക്ക് 1-ഉം ബ്ലോക്ക് 2-ഉം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ബ്ലോക്കുകളാണ്. അടുത്തത് ബ്ലോക്ക് 3 ജെൻഡർ ആൻഡ് വർക്ക്. പിന്നെ ബ്ലോക്ക് 5 വന്നിട്ട് ജെൻഡർ, ലോ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ബ്ലോക്കാണ്. ബ്ലോക്ക് 3-ക്കകത്ത് വരുന്നത് യൂണിറ്റ് 7-ഉം യൂണിറ്റ് 8-ഉം ആണ്. ബ്ലോക്ക് 5-നകത്ത് വരുന്നത് യൂണിറ്റ് 11-ഉം യൂണിറ്റ് 12-ഉം ആണ്. സോ ഹയർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ബ്ലോക്ക് 7-ഉം ബ്ലോക്ക് 8-ഉം ആണ്. ബട്ട് ഓരോ വർഷവും വരുന്ന സമയത്ത് ക്വസ്റ്റ്യന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് വേരി ചെയ്തിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഡിസംബർ 2021-ല് ബ്ലോക്ക് 5-ൽ നിന്ന് മാത്രമേ ബ്ലോക്ക് 5-ൽ നിന്ന് തന്നെ യൂണിറ്റ് 11-ൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഹയർ നമ്പർ ഓഫ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ ഡിസംബർ 2022 ആയ സമയത്തും ഹയർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് യൂണിറ്റ് 11-ൽ നിന്ന് വന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ ജൂൺ 2022-ലും ജൂൺ 2023-ലും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 11-ഉം യൂണിറ്റ് 12-ഉം ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതേസമയം നമ്മൾ ബ്ലോക്ക് 3 ജെൻഡർ ആൻഡ് വർക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ഈക്വൽ ആയിട്ട് 2 യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ബ്ലോക്ക് 6 ജെൻഡർ റെപ്രസെന്റേഷൻ ആൻഡ് മീഡിയ. ഇതിനകത്ത് ഡിസംബർ 2021-ല് യൂണിറ്റ് 30-ൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. ജൂൺ 2022-ല് യൂണിറ്റ് 40-ൽ നിന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. അടുത്തത് ഡിസംബർ 2022-ല് വീണ്ടും യൂണിറ്റ് 30-ൽ നിന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. അടുത്തത് ജൂൺ 2023-ല് യൂണിറ്റ് 40-ൽ നിന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. സോ ബേസ്ഡ് ഓൺ ദ ബാർ ചാർട്ട്സ് എബോ ഗീവൺ, അതിൽ നിന്ന് നമ്മൾ യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് ഡിസംബർ 2021-ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മുതൽ ജൂൺ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒബ്സർവേഷൻസ് നമുക്ക് നോക്കാം. ബ്ലോക്ക് 1 കോൺസെപ്ച്വലൈസിംഗ് ജെൻഡർ. കോൺസെപ്ച്വലൈസിംഗ് ജെൻഡറിനകത്ത് വരുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിംഗ് ജെൻഡർ ആൻഡ് റിലേറ്റഡ് കോൺസെപ്റ്റ്സ്. ഇതിനകത്ത് ഒരു ഹയർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബേസിക്കലി ഇതിന്റെ ഫണ്ടമെന്റൽ റോളും എങ്ങനെയാണ് ജെൻഡർ സ്റ്റഡീസിനകത്ത് വരുന്നത് എന്നുള്ള രീതിയിലുള്ള കോൺസെപ്റ്റ്സും കാര്യങ്ങളുമാണ് ഈ യൂണിറ്റിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അടുത്തത് യൂണിറ്റ് 2 എന്ന് പറയുന്നത് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഈ യൂണിറ്റ് എന്ന് പറയുന്നതിന്റെ ഒരു സ്റ്റഡി പ്രസൻസ് നമുക്ക് അതിന്റെ ടേംസുകളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു പേപ്പറിന്റെ ത്രൂ ഔട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തത് യൂണിറ്റ് 3 വന്നിട്ട് മസ്കുലിനിറ്റി റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ടോപ്പിക് ആണ്. അതിന്റെ ഒരു അപ്പിയറൻസ് എങ്ങനെയാണ്, അതിന്റെ എങ്ങനെയാണ് മസ്കുലിനിറ്റിയുടെ ഇമ്പോർട്ടൻസ് ജെൻഡർ സ്റ്റഡീസിനകത്ത് വരുന്നത്, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തത് ബ്ലോക്ക് 2 വന്നിട്ട് ജെൻഡർ ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ബ്ലോക്കാണ്. ഇതിനകത്ത് യൂണിറ്റ് 5 എന്ന് പറയുന്നത് ഫാമിലി ആൻഡ് മാരേജ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. ഈ ഒരു യൂണിറ്റിൽ നിന്ന് കമ്പാരബിളി മോർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അടുത്തത് യൂണിറ്റ് 6 എന്ന് പറയുന്ന മദർഹുഡ്. സോ ഈ പറയുന്ന ബ്ലോക്കിനകത്ത് യൂണിറ്റ് 5-ൽ നിന്നും യൂണിറ്റ് 6-ൽ നിന്നും ബോത്ത് ഏരിയയിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നുണ്ട്. അടുത്തത് ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ജെൻഡർ ആൻഡ് വർക്ക് ആണ്. സോ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ഫെയർലി ക്വസ്റ്റ്യൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് വരുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 7 ജെൻഡറിംഗ് വർക്ക്, യൂണിറ്റ് 8 ജെൻഡർ ഇഷ്യൂസ് ഇൻ വർക്ക് ആൻഡ് ലേബർ മാർക്കറ്റ് എന്ന് പറയുന്ന 2 യൂണിറ്റ്സ്. സോ അടുത്തത് എന്ന് പറയുന്നത്
ബ്ലോക്ക് 5. ബ്ലോക്ക് 5-നകത്ത് വരുന്നത് ജെൻഡർ, ലോ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ബ്ലോക്കാണ്. ഇതിനകത്ത് വരുന്ന യൂണിറ്റ് ആണ് ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് 11. ഫ്രീക്വന്റ്ലി മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിച്ചതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ് 12 സെക്ഷൽ ഹറാസ്മെന്റ് ആൻഡ് വർക്ക് പ്ലേസ്, ഡിസംബർ 2022 ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് കാണപ്പെടുന്നുണ്ട്. അടുത്തത് ബ്ലോക്ക് 6. ബ്ലോക്ക് 6 എന്ന് പറയുന്നത് ജെൻഡർ റെപ്രസെന്റേഷൻ ആൻഡ് മീഡിയ എന്ന് പറയുന്ന ബ്ലോക്കാണ്. ഫ്യൂർ ക്വസ്റ്റ്യൻസ് ആണ് ഓവറോൾ ഇതിൽ നിന്ന് വന്നിട്ടുള്ളത്. യൂണിറ്റ് 13 ജെൻഡർ ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, യൂണിറ്റ് 14 ജെൻഡർ ആൻഡ് മീഡിയ എന്ന് പറയുന്ന യൂണിറ്റും, യൂണിറ്റ് 15 റീഡിംഗ് ആൻഡ് വിഷ്വലൈസിംഗ് ജെൻഡർ എന്ന് പറയുന്ന 3 യൂണിറ്റ്സ് ആണ് ഈ പറയുന്ന ബ്ലോക്ക് 6-നകത്ത് വരുന്നത്. ഇതിനകത്ത് ഈ ബ്ലോക്കിനകത്ത്, ഈ 6ാമത്തെ ബ്ലോക്കിനകത്ത് വരുന്ന യൂണിറ്റ് 13-നകത്ത് ഇന്റർമീഡിയറ്റ്ലി ഈ പറയുന്ന ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് യൂണിറ്റ് 13 ഒരു വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം യൂണിറ്റ് 14 ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ യൂണിറ്റ് 15 തന്നെ ഒരു ക്വസ്റ്റ്യൻസും ഇന്നേ വരെ ചോദിച്ചതായിട്ട് കാണുന്നില്ല. സോ ഹൈലൈറ്റ്സ്. ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ജെൻഡർ റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സുകളും ജെൻഡർ ബേസ്ഡ് വയലൻസുകളും ജെൻഡർ എങ്ങനെയാണ് വർക്ക് പ്ലേസിൽ വരുന്നത്, ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ഇൻക്രീസ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. മോർ എംഫസൈസ് ഈ പറയുന്ന ഏരിയാസിനാണ് എക്സാമിന് കൊടുക്കുന്നത്. ഇനി യൂണിറ്റ്സിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ജെൻഡർ റെപ്രസെന്റേഷൻ ഓഫ് മീഡിയ, സൊസൈറ്റിയൽ ആസ്പെക്ട്സ് ലൈക്ക് റീഡിംഗ് ആൻഡ് വിഷ്വലൈസിംഗ് ജെൻഡർ, ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്ന് ലെസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുന്നത്. സോ ഇതിന്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതിന്റെ സപ്ലിമെന്ററി റോൾ എങ്ങനെയാണ് കരിക്കുലത്തിനകത്ത് വരുന്നത് എന്നുള്ള ഏരിയാസ് ആണ് ഈ പറയുന്ന ബ്ലോക്കിന്റെ ലെസ് ആയിട്ടുള്ള എംഫസൈസിന് കാരണം. സോ ഇത് ബേസ് ചെയ്തിട്ടാണ്, ഈ ഒരു കരിക്കുലം ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എക്സാമിന് ഇടുന്നത്. സോ ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്താണ്, എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്താണ് ജെൻഡർ ബേസ്ഡ് സെൻസിറ്റൈസേഷൻ ആൻഡ് സൊസൈറ്റി ആൻഡ് കൾച്ചർ റിലേറ്റഡ് ഏരിയാസിൽ നിന്ന് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിനെ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ബേസ് ചെയ്തിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നിങ്ങളോട് എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ്. ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസിനകത്ത് യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടും ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് സെക്സ് ആൻഡ് ജെൻഡർ, ജെൻഡർ റോൾസ്, മസ്കുലിനിറ്റി, ഫെമിനിറ്റി, ഇതുപോലുള്ള ടോപ്പിക്സുകളാണ് യൂണിറ്റ് 1-നകത്ത് വരുന്നത്. സോ ഡിസംബർ 2021-ലും ജൂൺ 2022-ലും ഡിസംബർ 2022-ലും ജൂൺ 2023-ലും ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന്റെ ബേസിൽ ഏറ്റവും കൂടുതൽ ഡിസംബർ 2021-ൽ വന്നിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ജെൻഡർ റോൾസ് ആൻഡ് സെക്സ് ആൻഡ് ജെൻഡർ, ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഡിസംബർ 2021-ൽ ചോദിച്ചിരിക്കുന്നത്. ജൂൺ 2022 ആവുന്ന സമയത്ത് സെക്സ് ആൻഡ് ജെൻഡർ ടോപ്പിക്സുകൾ മാത്രമേ ക്വസ്റ്റ്യനിൽ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഡിസംബർ 2022 വരുന്ന സമയത്ത് സെക്സ് ആൻഡ് ജെൻഡറും ജെൻഡർ റോൾസും മസ്കുലിനിറ്റിയും റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകൾ എക്സാമിന് ചോദിച്ചതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ജൂൺ 2023 ആവുന്ന സമയത്ത് സെക്സ് ആൻഡ് ജെൻഡറും ജെൻഡർ റോൾസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ മൂവിങ് ടു നെക്സ്റ്റ് യൂണിറ്റ്, യൂണിറ്റ് 2 ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി. സോ ഈ ഒരു യൂണിറ്റിൽ നിന്ന് സെക്ഷുവാലിറ്റിയും സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് സെക്ഷുവാലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. ഡിസംബർ 2021-ല് സെക്ഷുവാലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകളെ ചോദിച്ചിട്ടുള്ളൂ. ജൂൺ 2022 വരുന്ന സമയത്ത് സെക്ഷുവാലിറ്റിയും സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് സെക്ഷുവാലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകൾ ചോദിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇയർ ഡിസംബർ 2022 ആവുന്ന സമയത്ത് അവിടെ ചോദിച്ചിട്ടുള്ള എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് സെക്ഷുവാലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ജൂൺ 2023 ആവുന്ന സമയത്തോ സെക്ഷുവാലിറ്റിയും ചോദിച്ചിട്ടുണ്ട്, സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് സെക്ഷുവാലിറ്റിയും ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് 3 മസ്കുലിനിറ്റി. സോ ഈ ഒരു യൂണിറ്റ് 3-ൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് മസ്കുലിനിറ്റി, ഫോംസ് ഓഫ് മസ്കുലിനിറ്റി, മസ്കുലിനിറ്റി ആൻഡ് വയലൻസ്. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ക്വസ്റ്റ്യൻ അനാലിസിസ്. ഡിസംബർ 2021-ല് ഡിസംബർ 2021-നകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഡെഫിനിഷൻ ഓഫ് മസ്കുലിനിറ്റിയും ഫോംസ് ഓഫ് മസ്കുലിനിറ്റീസും ചോദിക്കുന്നുണ്ട്. അടുത്തത് ജൂൺ 2022 ആവുന്ന സമയത്ത് ഫോംസ് ഓഫ് മസ്കുലിനിറ്റീസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഡിസംബർ 2022-നകത്ത് വരുന്ന സമയത്ത് ഡെഫിനിഷൻ ഓഫ് മസ്കുലിനിറ്റിയും ഫോംസ് ഓഫ് മസ്കുലിനിറ്റിയും ചോദിച്ചിട്ടുണ്ട്. ജൂൺ 2023-ലോ ഫോംസ് ഓഫ് മസ്കുലിനിറ്റീസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. മൂവിങ് ടു നെക്സ്റ്റ്. സോ ബേസ്ഡ് ഓൺ ദ ബാർ ചാർട്ട്സ് നമുക്ക് എങ്ങനെയാണ് ടോപ്പിക് വൈസ്
ക്വസ്റ്റ്യന്റെ അനാലിസിസ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. സോ നമ്മൾ നോക്കുന്നത് ഡിസംബർ 2021 മുതൽ ജൂൺ 2023 വരെയാണ്. ഇതിനകത്ത് യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പിക്കിൽ വരുന്ന ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് സെക്സ് ആൻഡ് ജെൻഡർ ആണ്. ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ്ലി നമ്മുടെ ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു കരിക്കുലത്തിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് സെക്സ് എന്താ, ജെൻഡർ എന്താ എന്നുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും ഈ ഒരു കോൺസെപ്റ്റ്സ് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അടുത്തത് ജെൻഡർ റോൾസ്. ജെൻഡർ റോൾസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ടേംസും അതിന്റെ റെലവൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തത് മസ്കുലിനിറ്റി. മസ്കുലിനിറ്റി എന്ന് പറയുന്നത് വൺ ഓഫ് ദ ടാർഗറ്റഡ് ടേം ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടും ഈ ഒരു ഏരിയനകത്ത് ഉള്ള ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഫെമിനിറ്റി. ഫെമിനിറ്റി എന്ന് പറയുന്നത് നോട്ട് സ്പെസിഫിക്കലി ടാർഗറ്റ്, ഇതുവരെ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് വന്നിട്ടില്ല, പക്ഷേ ഇത് വരാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഒരു ലെസ്സർ ഫോക്കസ് ആണ് ഈ ഒരു ഏരിയക്കകത്ത് കൊടുത്തിട്ടുള്ളത്, ബട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് യൂണിറ്റ് 2. യൂണിറ്റ് 2 വന്നിട്ട് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി ആണ്. ഈ ഇതിനകത്ത് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. അത് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഡിസ്കഷൻസ്, അതെങ്ങനെയാണ് ജെൻഡർ റിലേറ്റഡ് ഏരിയാസിനകത്ത് വരുന്നത്, ഇതൊക്കെ പഠിച്ചിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആവശ്യകതയാണ്. കാരണം എക്സാമിന് ഇത് ചോദിക്കും. അടുത്തത് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് സെക്ഷുവാലിറ്റി. എങ്ങനെയാണ് സെക്ഷുവാലിറ്റി സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആവുന്നത്? സോ ഇതിന്റെ ഡീപ്പർ ആയിട്ടുള്ള സോഷ്യോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് സെക്ഷുവാലിറ്റി ഒക്കെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് യൂണിറ്റ് 3. യൂണിറ്റ് 3 എന്ന് പറയുന്നത് മസ്കുലിനിറ്റി ആണ്. ഇതിനകത്ത് ഡെഫിനിഷൻ ഓഫ് മസ്കുലിനിറ്റി, എന്താണ് മസ്കുലിനിറ്റി, മസ്കുലിനിറ്റിയുടെ ഫൗണ്ടേഷണൽ നേച്ചർ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അടുത്തത് ഫോംസ് ഓഫ് മസ്കുലിനിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫോംസ് ഓഫ് മസ്കുലിനിറ്റി. ഇത് റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസും കോൺസെപ്റ്റ്സുകളും കാര്യങ്ങളും ഒക്കെ പഠിക്കണം. അടുത്തത് മസ്കുലിനിറ്റി ആൻഡ് വയലൻസ്. ഇതെന്ന് പറയുന്നത് നോട്ട് ടാർഗറ്റഡ്, ഇതുവരെ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നില്ല, ബട്ട് ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് മസ്കുലിനിറ്റി ആൻഡ് വയലൻസ് എന്ന് പറയുന്നത്. സോ ഇതിനെ പറ്റിയും അറിഞ്ഞിരിക്കണം. ഹൈലൈറ്റ്സ്. ബേസ്ഡ് ഓൺ ദ ഡേറ്റ വിഷ്വലൈസേഷൻ, ഇതുവരെ നോക്കിയിട്ടുള്ള ഡേറ്റ വിഷ്വലൈസേഷൻ വെച്ചിട്ട് ഏതൊക്കെ യൂണിറ്റിനാണ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടതെന്നുള്ളതും ആ ഒരു പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടതിൽ വരുന്ന ഷിഫ്റ്റ്സുകൾ, ഓരോ വർഷം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്ന മാറ്റങ്ങളും കരിക്കുലം ബേസ് ചെയ്തിട്ട് വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കൺസിസ്റ്റന്റ് ഫോക്കസ് കൊടുത്തിട്ട് വരേണ്ട ഏരിയ എന്ന് പറയുന്നത് ഫോംസ് ഓഫ് മസ്കുലിനിറ്റി, സെക്സ് ആൻഡ് ജെൻഡർ, ഇതുപോലുള്ള ടോപ്പിക്സുകളാണ്. കാരണം ഇത് ഒരു കോർ അണ്ടർസ്റ്റാൻഡിങ്, ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിന്റെ കോർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതുപോലുള്ള ടേംസുകളും കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് ക്വസ്റ്റ്യന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് എക്സാമിന്. സോ മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ ആണ്. ഇനി വരുന്ന ബാർ ചാർട്ട്സ് ബേസ് ചെയ്തിട്ട് ആവറേജ് മാർക്സ് എങ്ങനെയാണ് ഓരോ ടോപ്പിക്സിനും അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെയാണ് സെലക്ടഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് എന്നുള്ളതും മൾട്ടിപ്പിൾ ആയിട്ട് എക്സാമിന് വരുന്ന ടേംസുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. സോ ബേസ്ഡ് ഓൺ ദ ഒബ്സർവേഷൻ ഫ്രം ദ വിഷ്വലൈസേഷൻസ്, യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ നകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് സെക്സ് ആൻഡ് ജെൻഡർ. സോ ആവറേജ് മാർക്കിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു യൂണിറ്റിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് കോർ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ജെൻഡർ റോൾസ്. ജെൻഡർ റോൾസ് സിഗ്നിഫിക്കൻ്റ്ലി എംഫസൈസ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ജെൻഡർ റോൾസ് എന്ന് പറയുന്നത്. സെക്സ് ആൻഡ് ജെൻഡർ റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സുകളൊക്കെ ചോദിക്കുന്നുണ്ട്. മസ്കുലിനിറ്റി. മസ്കുലിനിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ് മസ്കുലിനിറ്റി എന്ന് പറയുന്നത്. ഫെമിനിറ്റി. ഫെമിനിറ്റിയിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല, ബട്ട് ചോദിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. എക്സാമിന് വളരെ ലെസ് എംഫസൈസസ് ആണ് ഈ പറയുന്ന ഏരിയയിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. യൂണിറ്റ് 2. യൂണിറ്റ് 2 എന്ന് പറയുന്നത് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി ആണ്. ഇതിനകത്ത് ബോത്ത് സെക്ഷുവാലിറ്റി ആൻഡ് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ ബാലൻസ്ഡ് ആയിട്ട് ഈ ഒരു ഏരിയാസ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. അതായത് സെക്ഷുവാലിറ്റിക്കും സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് സെക്ഷുവാലിറ്റിക്കും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അടുത്തത് യൂണിറ്റ് 3. യൂണിറ്റ് 3 വന്നിട്ട് മസ്കുലിനിറ്റീസ് ആണ്. മസ്കുലിനിറ്റിനകത്ത് ഫോംസ് ഓഫ് മസ്കുലിനിറ്റി, ഡെഫിനിഷൻ ഓഫ് മസ്കുലിനിറ്റി, മസ്കുലിനിറ്റി ആൻഡ് വയലൻസ്, ഈ 3 ടോപ്പിക്കുകളാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇതിനകത്ത് ഫോംസ് ഓഫ് മസ്കുലിനിറ്റി എടുത്തു കഴിഞ്ഞാൽ ഹയസ്റ്റ് മാർക്ക്, നമുക്കൊരു ഹയസ്റ്റ് ആവറേജ് മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് പഠിക്കണം. അതേപോലെ തന്നെ ഡെഫിനിഷൻ ഓഫ് മസ്കുലിനിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. എന്താണ് മസ്കുലിനിറ്റി എന്നുള്ളത് ലേണേഴ്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഇനി മസ്കുലിനിറ്റി ആൻഡ് വയലൻസ് എന്ന് പറയുന്നത് എക്സാമിന് വെച്ച് നോക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടില്ല ഇന്നേ വരെ. ബട്ട് ഈ പറയുന്ന പോലെ എക്സാമിന് കരിക്കുലത്തിനും മാറ്റങ്ങൾ വരുന്ന സ്ഥിതിക്ക് മസ്കുലിനിറ്റി ആൻഡ് വയലൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ
ബേസ്ഡ് ഓൺ ദീസ് ചാർട്ട്സ്, അതായത് നമ്മൾ ഇത്രയും ചാർട്ടുകൾ റെഫറൻസ് ചെയ്തിട്ട് നോക്കിയതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ലേണേഴ്സ് എങ്ങനെയാണ് ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ളതും എക്സാമിന് ഏതൊക്കെ ഏരിയാസ് ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് കൊടുക്കണം, എവിടെ നിന്നൊക്കെ ഹയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ആ വരുന്ന ക്വസ്റ്റിനകത്ത് എവിടെ നിന്നൊക്കെ നമുക്ക് ഹയസ്റ്റ് നമ്പർ ഓഫ് മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസിലോട്ട്. സോ വെൽക്കം ടു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് പാർട്ട്. ഇതിനകത്ത് റെക്കറിംഗ് ക്വസ്റ്റ്യൻസും ടോപ്പിക്സ് കമ്പൈലേഷനുമാണ് നമ്മൾ നോക്കുന്നത്. സോ ഹിയർ ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എക്സാം റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ഏരിയാസ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളത്. സോ ഫസ്റ്റ് വൺ ജെൻഡർ ബേസ്ഡ് വയലൻസ്. സോ ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് എന്ന് പറയുന്നത് ദ ഫോംസ് ഓഫ് ജെൻഡർ ബേസ്ഡ് വയലൻസ്, വാട്ട് ഈസ് ജെൻഡർ ബേസ്ഡ് വയലൻസ്, കാറ്റഗറീസ് ഓഫ് ജെൻഡർ ബേസ്ഡ് വയലൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിനനുസരിച്ചുള്ള ഫോക്കസ് കൊടുത്തിട്ട് വേണം ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട്. അടുത്തത് സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്. സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് പറയുന്ന സമയത്ത് എന്താണ് സെക്ഷൽ ഹരാസ്മെന്റ്, അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിക്കുക. പ്രൊവൈഡ്സ് എക്സാമ്പിൾസ്, ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സെക്ഷൽ ഹരാസ്മെന്റ് എങ്ങനെയൊക്കെയാണ്, ഡിഫറെന്റ് ഫോംസ് ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ്സ് വർക്ക് പ്ലേസിൽ നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള ബുള്ളിയിങ്, പലതരത്തിലുള്ള അറ്റാക്സുകളൊക്കെ വർക്ക് പ്ലേസിൽ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഏരിയയൊക്കെ ഒന്ന് ഫോക്കസ് കൊടുക്കുക. വൈശാഖ ഗൈഡ് ലൈൻസ് പോലുള്ള ആക്ടുകൾക്ക് നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. അതേപോലെ തന്നെ ഫോംസ് ഓഫ് മസ്കുലിനിറ്റീസ്, ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഡിഫറെന്റ് ഫോംസ് ഓഫ് മസ്കുലിനിറ്റി ഉണ്ട്. ഹെജമോണിക് മസ്കുലിനിറ്റി, സബോർഡിനേറ്റ് മസ്കുലിനിറ്റി, അങ്ങനെയുള്ള പല ഫോംസ് ഓഫ് മസ്കുലിനിറ്റീസ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കാം. അതേപോലെ തന്നെ അതൊരു എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. അടുത്ത ടോപ്പിക് 4 എന്ന് പറയുന്നത് സെക്സ് ആൻഡ് ജെൻഡർ ആണ്. ഫ്രീക്വന്റ്ലി ഈ ഒരു ഏരിയയിൽ നിന്നുള്ള കോൺസെപ്റ്റ്സുകൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു കോൺസെപ്റ്റ്സുകൾ, ഫണ്ടമെന്റൽ കോർ കോൺസെപ്റ്റ്സുകളിൽ ഒരു ബേസിക് ആയിട്ടുള്ള നോളേജ് ഉണ്ടാക്കിയെടുക്കാം. അടുത്തത് ഡൊമസ്റ്റിക് വയലൻസ്. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് ഒരു ബ്രോഡർ ഡിസ്കഷൻ ഓഫ് ഏരിയ ആണ് വയലൻസ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ഫാമിലി എന്ന് പറയുന്ന കണ്ടക്സിനകത്ത് ഒതുങ്ങി നിൽക്കുന്നത്, എന്തൊക്കെയാണ് ഡൊമസ്റ്റിക് വയലൻസ്, ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കാം. അടുത്തത് ജെൻഡർ റോൾസ്. ജെൻഡർ റോൾസിനകത്ത് വരുന്നത് എങ്ങനെയാണ് ജെൻഡർ റോൾസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആവുന്നത്, അതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണ്, എങ്ങനെയാണ് മീഡിയം ഫാമിലിയും റിലേറ്റ് ചെയ്ത് വരുന്നത്, അതിന്റെ ഇന്റർപ്ലേസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ലേണേഴ്സ്, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ നോക്കുന്ന സമയത്ത് അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്, ഡിഫറെന്റ് പോളിസീസ് എന്തൊക്കെയാണ്, അതിന്റെ രീതിയിലുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇവാലുവേഷൻസും നിങ്ങൾ നോക്കണം. അടുത്തതെന്ന് പറയുന്നത് ടോപ്പിക് 8 ജെൻഡർ ഇൻ മീഡിയ. ഈ ജെൻഡർ ഇൻ മീഡിയ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് മീഡിയ ജെൻഡർ പോർട്രയൽ നടത്തുന്നത്, പലതരം സ്റ്റീരിയോ ടൈപ്സുകൾ എങ്ങനെയാണ് വരുന്നത്, എന്താണ് മീഡിയയുടെ റോള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി 9 എന്ന് പറയുന്നത് ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ വുമൻസ് എംപ്ലോയ്മെന്റ്. ഇതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് പല ടേംസ് ഓഫ് എക്കണോമിക് ചേഞ്ചസ്, എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ട്രെൻഡ്സ്, ഇങ്ങനെയുള്ള ഏരിയാസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഫ്രീക്വൻസി അനാലിസിസ്. സോ ഒരു ബ്രീഫ് ആയിട്ടുള്ള അനാലിസിസ് നമ്മൾ ഇതുവരെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ടോപ്പിക് ബേസ്ഡ് നമ്മൾ അപ്പിയർ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിന് വരുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓൾമോസ്റ്റ് എല്ലാ എക്സാം സെക്ഷനകത്തും ജെൻഡർ ബേസ്ഡ് വയലൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അടുത്തത് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്. കൺസിസ്റ്റന്റ്ലി ഈ പറയുന്ന ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തത് ഡൊമസ്റ്റിക് വയലൻസ്. ഡൊമസ്റ്റിക് വയലൻസ് ഫ്രീക്വന്റ്ലി ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകളാണ്. ജെൻഡർ ബേസ്ഡ് വയലൻസിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫോംസ് ഓഫ് മസ്കുലിനിറ്റി എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ടും ചോദിക്കുന്നുണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്, ഫോംസ് ഓഫ് മസ്കുലിനിറ്റീസും ഡൊമസ്റ്റിക് വയലൻസ് ഏരിയയും. ഇനി സെക്സ് ആൻഡ് ജെൻഡർ. സെക്സ് ആൻഡ് ജെൻഡർ വന്നിട്ട് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. സോ ആ ഒരു ഏരിയ നന്നായിട്ട് പഠിക്കാം. അടുത്തത് ജെൻഡർ റോൾസ്. ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് ഒരു കോർ ആയിട്ടുള്ള ഏരിയ ആണ്. ജെൻഡർ സെൻസിറ്റൈസേഷൻ നോക്കുമ്പോൾ വളരെ കോർ ആയിട്ടുള്ള ഏരിയ ടോപ്പിക്, ഫണ്ടമെന്റൽ ഏരിയ ടോപ്പിക് ആണ് ജെൻഡർ റോൾസ് എന്ന് പറയുന്നത്. അത് പഠിക്കാം. ഇനി ഡൊമസ്റ്റിക് വയലൻസ്. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് അത് ജെൻഡർ ബേസ്ഡ് വയലൻസിന്റെ ആ ഒരു കണ്ടക്സിനകത്ത് വരുന്നതാണ് ഡൊമസ്റ്റിക് വയലൻസ്. അത് പഠിക്കാം. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എങ്ങനെയാണ് ജെൻഡർ സ്റ്റഡീസിനകത്ത് വരുന്നത്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ പഠിക്കാം. പോളിസീസ്, പ്രോഗ്രാംസുകൾ. അടുത്തതെന്ന് പറയുന്നത് ജെൻഡർ ഇൻ മീഡിയ. എങ്ങനെയാണ് ജെൻഡർ മീഡിയയിൽ പോർട്രേ ചെയ്യുന്നത് എന്നുള്ളതും അതിന്റെ ഓൺഗോയിങ് ആയിട്ടുള്ള റെലവൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഒന്ന് ഫോക്കസ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. ഇനി ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ വുമൻസ് എംപ്ലോയ്മെന്റ്. ഇതെന്ന് പറയുന്നത് റിപ്പീറ്റഡ്ലി
പീരിയോഡിക്കലി ഇതിന്റെ ഒരു റെക്കറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കറണ്ട് സോഷ്യോ എക്കണോമിക് ഡിസ്കഷൻ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഈ പറയുന്ന ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ വുമൻസ് എംപ്ലോയ്മെന്റ്. ഇനി പ്രഡിക്ഷൻസ് ഫോർ നെക്സ്റ്റ് എക്സാം. സോ ഇനി വരുന്ന എക്സാം റിലേറ്റ് ചെയ്തിട്ട് വരുന്ന പ്രഡിക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ ഒരു കൺസിസ്റ്റന്റ് ഇതുവരെ നമ്മൾ നോക്കിയിട്ടുള്ള എക്സാം അനാലിസിസ്, ഓരോ സെക്ഷന്റെയുള്ള എക്സാം അനാലിസിസ് നോക്കി കഴിയുമ്പോൾ കുറച്ച് സെൻട്രൽ ഏരിയ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അതായത് ജെൻഡർ ബേസ്ഡ് വയലൻസ്, സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്, സെക്സ് ആൻഡ് ജെൻഡർ റോൾസ്, ഇങ്ങനെയുള്ള ഏരിയാസ് ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ടുള്ളത്. ഇത് ഫ്രീക്വന്റ്ലി റിപ്പീറ്റഡ് മാത്രമല്ല ചെയ്യുന്നത്. കാൻഡിഡേറ്റ്സ് അപ്കമിംഗ് ആയിട്ട് വരുന്ന എക്സാമിന് നിങ്ങൾ ഇതിന്റെ സാധ്യതകൾ എന്താണ് എന്നുള്ള അറിയണം, അല്ലെങ്കിൽ ഈ പറയുന്ന കോർ ടേംസുകളെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഈ പറയുന്ന ഏരിയയെ പറ്റിയിട്ട് നല്ലൊരു ഡീപ്പർ നോളജ് നിങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോവാനായിട്ടുള്ളത്. ഇനി predictions and probability for upcoming exam. So based on the topics on their historical recurrence and relevance of the syllabus, important ആയിട്ടുള്ള predict ചെയ്തിട്ടുള്ള areas എന്ന് പറയുന്നത് gender based violence, gender sensitization and society and culture എന്ന് പറയുന്ന പേപ്പറിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് gender based violence എന്ന് പറയുന്നത്. സോ ഇത് ബേസ് ചെയ്തിട്ട് വരുന്ന ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് ഫോംസ്, കാറ്റഗറീസ്, ഇമ്പാക്ട് ഓഫ് ജെൻഡർ ബേസ്ഡ് വയലൻസ്, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഒന്ന് റെഫർ ചെയ്യാം. അടുത്തെന്ന് പറയുന്നത് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്. എങ്ങനെയാണ് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് വരുന്നത്, വർക്ക് പ്ലേസിലെ എത്തിക്സ് എന്താണ്, ജെൻഡർ ഇക്വാളിറ്റി എന്താണ്, ഇങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡെഫിനിഷൻസും കേസ് സ്റ്റഡീസും ലീഗൽ ആസ്പെക്ട്സും ഒന്ന് നോക്കിയേക്കാം. ഇനി സെക്സ് ആൻഡ് ജെൻഡർ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു ജെൻഡർ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പർ പഠിക്കുന്ന സമയത്ത് വേണം. അതുകൊണ്ട് വരുന്ന കീ കോൺസെപ്റ്റ്സ് ആണ് ഈ പറയുന്ന സെക്സ് ആൻഡ് ജെൻഡർ എന്ന് പറയുന്ന ഒരു ബേസ് ലൈൻ നോളേജ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഉണ്ടായിരിക്കണം ലേണേഴ്സിന്. ക്വസ്റ്റ്യൻസ് ടിപ്പിക്കലി ചോദിക്കുന്നത് പറയുന്നത് ഡെഫിനിഷൻസ്, ഡിഫറൻസസ്, റോൾസ്, എങ്ങനെയാണ് സെക്സ് ആൻഡ് ജെൻഡർ റിലേറ്റ് ചെയ്ത് വരുന്നത്, അത് അസോസിയേറ്റ് ചെയ്ത് വരുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഫ്രീക്വന്റ്ലി കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ജെൻഡർ റോൾസ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ജെൻഡർ റോൾസ് എന്ന് പറയുന്നത്. അതിന്റെ റിലേറ്റ് ചെയ്ത് വരുന്ന സോഷ്യൽ നോംസ് എന്തൊക്കെയാണ്, ജെൻഡർ ബേസ് ചെയ്ത് വരുന്ന സൊസൈറ്റിയിലെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്, ഇത് ബേസ് ചെയ്തിട്ട് വരുന്ന ഐഡന്റിറ്റി എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ജെൻഡർ റോൾസിൽ നിന്ന് വരുന്നത്. അതിന് പുറമേ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് സൊസൈറ്റിയൽ കൺസ്ട്രക്ഷൻസ് വരുന്നത്, എങ്ങനെയാണ് ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്ത് വരുന്നത് ജെൻഡർ റോൾസ് റിലേറ്റ് ചെയ്തിട്ട്, ബോയ്സിന് ഇന്ന റോള്, ഗേൾസിന് ഇന്ന റോള് എന്ന് ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് സൊസൈറ്റിയൽ കൺസ്ട്രക്ഷൻ നടക്കുന്നത്, ആ ഒരു ചേഞ്ചസ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, അത് എങ്ങനെയൊക്കെയാണ് ഇൻഡിവിജ്വൽ ലൈഫ് ചോയ്സസിന് ഇമ്പാക്ട് വന്നിട്ടുള്ളത്, ഇതേ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകളാണ് ജെൻഡർ റോളിൽ നിന്ന് വരുന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫോംസ് ഓഫ് മസ്കുലിനിറ്റി ആണ്. ഫോംസ് ഓഫ് മസ്കുലിനിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. വളരെ ഇമ്പോർട്ടന്റ് എംഫസൈസസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് ഫോംസ് ഓഫ് മസ്കുലിനിറ്റി. ഈ ഒരു ഏരിയനകത്ത് നിന്ന് എന്താണ് മസ്കുലിനിറ്റി, ഡിഫറെന്റ് ഫോംസ് ഓഫ് മസ്കുലിനിറ്റീസ് എന്തൊക്കെയാണ്, ഫെമിനിറ്റീസ് എന്തൊക്കെയാണ്, ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് മസ്കുലിനിറ്റി റിലേറ്റ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ഇനി ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് ജെൻഡർ ബേസ്ഡ് എന്ന് പറയുന്ന ബ്രോഡർ കോണ്ടെക്സ്റ്റിനകത്ത് വരുന്ന ഒരു ടോപ്പിക് ആണ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. പല രീതിയിലുള്ള സൊസൈറ്റിയൽ ഡിബേറ്റ്സുകൾ നടക്കുന്നുണ്ട്, പല രീതിയിലുള്ള ലീഗൽ റിഫോംസ് ഈ ഒരു ഏരിയയിനകത്ത് വരുന്നുണ്ട്. സോ ഇതിന്റെ ടൈപ്സും കോസസും സൊസൈറ്റിയിൽ ഇമ്പാക്ട്സ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ എന്താണ് എന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കാം. അടുത്തത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അതിന്റെ പോളിസീസ്, അതിന്റെ ക്രിട്ടിക്സ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് പബ്ലിക് ഹെൽത്തിനകത്ത് വരുന്നത്, ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്നൊരു പേപ്പർ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. ഇനി ജെൻഡർ ഇൻ മീഡിയ നമ്മൾ എടുത്തു നോക്കുമ്പോൾ എങ്ങനെയാണ് മീഡിയ ഷേപ്പ് ചെയ്യുന്നത്, സൊസൈറ്റിയൽ വ്യൂസ് ഷേപ്പ് ചെയ്യുന്നത്, അത് റിലേറ്റ് ചെയ്ത് വരുന്ന മീഡിയ പോർട്രയൽ എന്തൊക്കെയാണ്, പലതരത്തിലുള്ള സ്റ്റീരിയോ ടൈപ്സ് എന്തൊക്കെയാണ്, മീഡിയ എങ്ങനെയാണ് ജെൻഡർ പെർസ്പെക്ഷൻ ഷേപ്പ് ചെയ്യുന്നത്, അതിന് വരുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ജെൻഡർ ഇൻ മീഡിയ എന്ന് പറയുന്ന ഏരിയക്കകത്ത് നിന്ന് വരുന്നത്. അടുത്തെന്ന് പറയുന്നത് ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ വുമൻസ് എംപ്ലോയ്മെന്റ്. സോ ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് എങ്ങനെയൊക്കെയാണ് എക്കണോമിക് ഷിഫ്റ്റ്സ് വരുന്നത്, ജെൻഡർ റോൾസിനകത്ത് വരുന്ന ഷിഫ്റ്റ്സ് എന്തൊക്കെയാണ്, വർക്ക് ഫോഴ്സിനകത്ത് വരുന്ന ഷിഫ്റ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് നോക്കുന്നത്. ഇനി ഫർദർ കൺസിഡറേഷൻ. സോ നമ്മൾ ഒരു ഈ ഇത്രയും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ബേസ് ചെയ്തിട്ട് ഇനി എക്സാമിന് വരുന്ന പ്രൊഡിക്ഷൻ ഏരിയാസും സിലബസിന്റെ അലൈൻമെന്റ് ബേസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ഈ ഒരു ഏരിയാസ് ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് കൊടുത്തിട്ട് ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള ലോസ്, മീഡിയ കോൺട്രവേഴ്സീസ്, ഇന്റർനാഷണൽ ജെൻഡർ പോളിസീസ്, ഇതുപോലുള്ള ഏരിയാസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ
ഉള്ള ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കോംപ്രിഹെൻസീവ് നോട്ട് ടു ദ ലേണേഴ്സ്. ഡിയർ ലേണേഴ്സ്, നിങ്ങൾ എക്സാം പ്രിപ്പയർ ചെയ്യാണ്, നിങ്ങളുടെ അപ്കമിങ് എക്സാം GDG 172 ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള കമ്പൈലേഷൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതുവരെയുള്ള എക്സാം പാറ്റേൺസും സിലബസും അനുസരിച്ചിട്ട് നിങ്ങളുടെ എക്സാമിന് ഏതൊക്കെ ഏരിയാസ് ടാർഗറ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ബെനിഫിറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. സോ മാക്സിമം നിങ്ങൾ ഈ ഒരു ഏരിയാസ് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. കീ ഫോക്കസ് ഏരിയാസ് വരുന്നത് ജെൻഡർ ബേസ്ഡ് വയലൻസ്. പ്രയോറിറ്റി ലെവൽ ഹൈ ആണ്. കണ്ടന്റ് ഓഫ് ഫോക്കസ് എന്ന് പറയുന്നത് വേരിയസ് ഫോംസ്, കാറ്റഗറീസ്, സൊസൈറ്റിയിൽ ഇമ്പാക്ട് ഓഫ് ജെൻഡർ വയലൻസ്. ഈ ഒരു ഏരിയാസ് മോർ ഫോക്കസ് കൊടുത്ത് പഠിക്കണം. അതേപോലെ തന്നെ കേസ് സ്റ്റഡീസ്, പോളിസീസിനെ അഡ്രസ് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാനായിട്ടുള്ളത്. സെക്കൻഡ്, സെക്ഷൽ ഹാരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്. പ്രയോറിറ്റി ലെവൽ ഹൈ. കണ്ടന്റ് ഫോക്കസ്, റിവ്യൂ ഡെഫിനിഷൻസ്, ലോസ് ആൻഡ് കേസ് സ്റ്റഡീസ് റിലേറ്റഡ് ടു സെക്ഷൽ ഹാരാസ്മെന്റ്. സോ ഇതിനകത്ത് നമ്മൾ ലീഗൽ ആസ്പെക്ട്സും എങ്ങനെയാണ് കേസ് സ്റ്റഡീസ് വരുന്നത്, കേസ് സ്റ്റഡീസിന്റെ എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യുക, ലീഗൽ ആസ്പെക്ട്സും ഒക്കെ എഴുതിയിട്ട് വേണം ഈ ഒരു ആൻസർ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളത്. സോ അടുത്തെന്ന് പറയുന്നത് സെക്സ് ആൻഡ് ജെൻഡർ. പ്രയോറിറ്റി ലെവൽ എന്ന് പറയുന്നത് ഹൈ ആണ്. കണ്ടന്റ് ഫോക്കസ്. സോ സോൾഡിഫൈ യുവർ അണ്ടർസ്റ്റാൻഡിംഗ് of the differences between sex and gender, including how these concepts are socially constructed and perpetuated through societal norms. മാറി വരുന്ന സൊസൈറ്റിയൽ നോംസിനനുസരിച്ച് എങ്ങനെയൊക്കെയാണ് സെക്സ് ആൻഡ് ജെൻഡർ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആവുന്നത്, അതിൽ നിന്ന് വരുന്ന ഡിഫറൻസുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ഏരിയാസ് ഒന്ന് മോർ ഫോക്കസ് കൊടുത്തിട്ട് വേണം സെക്സ് ആൻഡ് ജെൻഡർ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാനായിട്ടുള്ളത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ജെൻഡർ റോൾ ആണ്. പ്രയോറിറ്റി ലെവൽ ഹൈ ആണ്. കണ്ടന്റ് ഫോക്കസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ജെൻഡർ റോൾസ് സൊസൈറ്റിയൽ കണ്ടക്സിനകത്ത് വരുന്നത്, കൾച്ചറൽ കണ്ടക്സിനകത്ത് വരുന്നത് എന്നുള്ള രീതിയിലുള്ള ഫോക്കസ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. അതിന്റെ പ്രൊഫഷണൽ സെറ്റിംഗ്സ്, ഡൊമസ്റ്റിക് സെറ്റിംഗ്സ് ഏരിയാസ് ഒക്കെ ഒന്ന് ഫോക്കസ് കൊടുത്തിട്ട് ഈ ഒരു ഏരിയ ഒന്ന് കവർ ചെയ്യാം. അടുത്തെന്ന് പറയുന്നത് ഫോംസ് ഓഫ് മസ്കുലിനിറ്റി. പ്രയോറിറ്റി ലെവൽ എന്ന് പറയുന്നത് മീഡിയം ആണ്. കണ്ടന്റ് ഫോക്കസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മസ്കുലിനിറ്റി, അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ് ജെൻഡർ റിലേഷനകത്ത് വരുന്നത്, ഇങ്ങനെയുള്ള ഏരിയാസ് മോർ ഫോക്കസ് കൊടുക്കുക. അതേപോലെ തന്നെ മസ്കുലിനിറ്റി എന്ന് പറയുന്ന ഫാക്ടർ എങ്ങനെയാണ് വയലൻസിന്റെയും ഹെൽത്തിനും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയാസിനകത്ത് കവർ ചെയ്ത് പോകുന്നത്, അത് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് റെഫർ ചെയ്യാം. ഇനി ഡൊമസ്റ്റിക് വയലൻസിന്റെ പ്രയോറിറ്റി ലെവൽ എന്ന് പറയുന്നത് മീഡിയം ആണ്. കണ്ടന്റ് ഫോക്കസ് എന്ന് പറയുന്നത് അതിന്റെ കോസസ് പഠിക്കുക, ഡൊമസ്റ്റിക് വയലൻസിന്റെ അതിന്റെ എഫക്ട്സ് പഠിക്കുക, അതിന്റെ സോഷ്യൽ റെസ്പോൺസസ് എങ്ങനെയാണ് ഡൊമസ്റ്റിക് വയലൻസ് റിലേറ്റ് ചെയ്ത് വരുന്നത് എന്ന് പഠിക്കുക, ലീഗൽ സിസ്റ്റം, സപ്പോർട്ട് സിസ്റ്റംസും എങ്ങനെയാണ് ഈ ഡൊമസ്റ്റിക് വയലൻസിനെ പ്രിവെന്റ് ചെയ്തത് എന്നുള്ള ഏരിയാസ് ഒക്കെ നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യാം. അടുത്തേത് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. പ്രയോറിറ്റി ലെവൽ എന്ന് പറയുന്നത് മീഡിയം ആണ്. കണ്ടന്റ് ഫോക്കസ് എന്ന് പറയുന്നത് അതിന്റെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പോളിസീസ്, അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ്, അതിന്റെ ഡിഫറെന്റ് ഇന്റർവെൻഷൻസ്, ക്രിട്ടിക്കൽ പെർസ്പെക്ടീവ്സ് ഓഫ് റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്. ഇപ്പോ പുരുഷന്മാർക്കാണെങ്കിൽ പോലും ലീവുകൾ കൊടുക്കുന്നുണ്ട്, മെറ്റേണിറ്റി ലീവുകളൊക്കെ പുരുഷന്മാർക്ക് ഫാദറിനും കിട്ടണം എന്ന് പറയുന്ന ഏരിയ. അപ്പൊ അതുപോലുള്ള ഒരു ഏരിയാസ് ഒക്കെ ഒന്ന് ഫോക്കസ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. അടുത്തത് ജെൻഡർ ഇൻ മീഡിയയുടെ പ്രയോറിറ്റി ലെവൽ എന്ന് പറയുന്നത് മീഡിയം ആണ്. കണ്ടന്റ് ഫോക്കസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് മീഡിയ ജെൻഡർ പോർട്രേ ചെയ്യുന്നത്, അത് വരുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, സൊസൈറ്റിയിലുള്ള ജെൻഡർ പെർസെപ്ഷൻസ് എന്തൊക്കെയാണ് മീഡിയ വഴിയിട്ട് വരുന്നത് എന്നുള്ളതൊന്ന് ഫോക്കസ് കൊടുത്തിട്ട് വേണം ഈ ഒരു ഏരിയ പഠിക്കാനായിട്ടുള്ളത്. ഇനി അടുത്തത് 9, ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ വുമൻസ് എംപ്ലോയ്മെന്റ്. പ്രയോറിറ്റി ലെവൽ എന്ന് പറയുന്നത് മീഡിയം ആണ്. ഇതിന്റെ കണ്ടന്റ് ഫോക്കസ് എന്ന് പറയുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ വുമൻസ് എംപ്ലോയ്മെന്റിനെ അഫക്ട് ചെയ്തിട്ടുള്ളത്, അത് വന്നിട്ടുള്ള ജോബ് ചേഞ്ചസ് എന്തൊക്കെയാണ്, ഗ്യാപ്പുകൾ എന്തൊക്കെയാണ് ജോബ് ഏരിയാസിനകത്ത് വന്നിട്ടുള്ളത്, ലേബർ റൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പ്രയോറിറ്റൈസ് കൊടുത്തിട്ട് വേണം ഈ ഒരു ഏരിയ പഠിക്കാനായിട്ടുള്ളത്. പ്രിപ്പറേഷൻ ടിപ്സ്. സോ ബേസ്ഡ് ഓൺ ദ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ, ഫോർമാറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് സെക്ഷൻ നടത്തിയിട്ടുള്ളത്. ഒരു ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു കോർ കോൺസെപ്റ്റ്സിനകത്ത് നിങ്ങൾ വേണം. സോ ഈ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ട് വന്ന ടോപ്പിക്സിനകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ക്രിയേറ്റ് സമ്മറി നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഡെഫിനിഷൻസ്, കീ ആർഗ്യുമെന്റ്സ്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ്, ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു സമ്മറി നോട്ടുകൾ ക്രിയേറ്റ് ആക്കാം. പ്രാക്ടീസ് റൈറ്റിംഗ്. സോ റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. കാരണം നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് നേച്ചർ ഓഫ് എക്സാം ആണ് ഈ പറയുന്ന ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഒരു പേപ്പർ. സോ പ്രാക്ടീസ് റൈറ്റിംഗ്, പ്രാക്ടീസ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ആൻസർ എഴുതി തന്നെ പഠിക്കുക. നിങ്ങൾ ആൻസർ എഴുതി പഠിച്ചാൽ മാത്രം തന്നെ
എക്സാമിന്റെ ആ ഒരു ഡ്യൂറേഷനകത്തുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് എഴുതാനായിട്ട് ആവശ്യപ്പെടുന്നത് ഇഗ്നു. 7 8 9 ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നിട്ട് അതിനകത്ത് നിന്ന് 5 ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് പറയുമ്പോൾ ഈ ഒരു 3 hours ടൈമിങ്ങിനുള്ളിൽ നിങ്ങൾ അത് എഴുതി തീർക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രാക്ടീസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക, അതിനെ എഴുതി തന്നെ ശീലിക്കുക. എന്നാൽ മാത്രമേ ആ 3 മണിക്കൂറിനകത്ത് ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി എൻഗേജ് ഇൻ ഡിസ്കഷൻസ്, അതായത് നിങ്ങളുടെ പിയർ ഗ്രൂപ്പ്സിനകത്ത്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിനകത്തും നിങ്ങളുടെ മെന്റേഴ്സുമായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഏരിയാസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുക, അതിനെ പറ്റിയിട്ട് അറിയുക, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്ത് പോവുക. സ്റ്റേ ഇൻഫോംഡ്, അതായത് കറണ്ട് ഈവൻസ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ജെൻഡർ ഇഷ്യൂസ്, റീസെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സുകൾ, എക്സാം ഫോക്കസ് ചെയ്ത് വരുന്ന തിയറട്ടിക്കൽ നോളജ്, എങ്ങനെയാണ് റിയൽ വേൾഡ് സെനാരിയോസിനകത്ത് നടക്കുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ബോധവാന്മാരായിരിക്കുക എന്നുള്ളത് വളരെ ആവശ്യകതയാണ്. അത് ഏതൊരു ലേണർക്കും. കാരണം കറണ്ട് സെനാരിയോയിൽ നടക്കുന്ന വാർത്തകളിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ നിങ്ങൾ പല രീതിയിലുള്ള ജെൻഡർ ഇഷ്യൂസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പല രീതിയിലുള്ള ഡൊമസ്റ്റിക് വയലൻസുകൾ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഏരിയാസിനൊക്കെ നിങ്ങളൊന്ന് ഫോക്കസ് കൊടുക്കുക. നിങ്ങളുടെ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലുള്ള റിയൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. ഇനി കൺക്ലൂഷനിലോട്ട് വരികയാണ്. സോ ബേസ്ഡ് ഓൺ നമ്മൾ ഈ പറയുന്ന ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള BGDG 172 എന്ന് പറയുന്ന എക്സാമിന് ഫോക്കസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനകത്ത് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് എന്താണ് എന്നുള്ളത് നിങ്ങളുടെ എക്സാമിന് ഇതേപോലെയുള്ള റിയൽ വേൾഡ് സെനാരിയോസിൽ നടക്കുന്ന എക്സാമ്പിൾസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അത് നിങ്ങളുടെ ആൻസറിന് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ ബൂസ്റ്റ് ആണ്. അപ്പോൾ അത് നമ്മുടെ ലേണേഴ്സിന് അത് എഴുതാൻ പറ്റുകയാണ് എങ്കിൽ, കാരണം കറണ്ട് സെനാരിയോസിൽ നടക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് റിലവന്റ് ആയിട്ടുള്ള ഏരിയാസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അത് നിങ്ങളുടെ ആൻസർ ഒരു എക്സ്ട്രാ മാർക്ക് ഫെച്ച് ചെയ്യുന്ന കാര്യം കൂടെയാണ്. അപ്പോൾ അതുപോലുള്ള ടോപ്പിക്സുകൾ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ലക്ക് ഫോർ യുവർ സ്റ്റഡീസ്. സോ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന പാർട്ടിലേക്ക് വെൽക്കം ചെയ്യുന്നു. ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ 2024 ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ലേൺ വൈസ് പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കഷനിലോട്ട് മൂവ് ചെയ്യാണ്. അതിന് മുന്നേ തന്നെ ടൈം അലോട്ട് ചെയ്തിട്ടുള്ളത് 3 hours ആണ്. നിങ്ങളുടെ ഇഗ്നു എക്സാമിനും ഇതേപോലെ 3 hours ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. മാക്സിമം മാർക്ക് എന്ന് പറയുന്ന 100 മാർക്കാണ്. ഇനി ഇൻസ്ട്രക്ഷൻ പാർട്ടിലോട്ട് വരികയാണ്. ഓൾ ദ ക്വസ്റ്റ്യൻസ് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ഇൻ ഈച്ച് സെക്ഷൻ, അതായത് സെക്ഷൻ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ആ ഒരു പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Ensure that your answers are clear, concise and well argued. നിങ്ങളുടെ ആൻസർ ക്ലിയർ ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം, നല്ല രീതിക്ക് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റണം. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റെഫറൻസ് ഓഫ് റെലവന്റ് തിയറീസ്, റെലവന്റ് ആയിട്ടുള്ള തിയറീസ് പ്രൊവൈഡ് ചെയ്യുക. എക്സാമ്പിൾസ് ആൻഡ് കറന്റ് ഈവൻസ് ആർ ആപ്ലിക്കബിൾ, അതായത് റിയൽ വേൾഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നിങ്ങളുടെ ആൻസറിന് കൊടുക്കാനായിട്ട് പറ്റണം. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ 2 സെക്ഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ A, ആൻസർ എനി 4 questions of the following in about 500 words each. Each question carries 50 marks. അതായത് ഇനി വരുന്ന സെക്ഷൻ എയിലെ ഓരോ ക്വസ്റ്റ്യനും 15 മാർക്സിനാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യണം in about 500 words. Question number 1, critically analyze the impact of global media trends on gender portrayal. Discuss how these portrayal influence societal gender roles and stereotypes. So first question എന്ന് പറയുന്നത് എങ്ങനെയാണ് ഗ്ലോബൽ മീഡിയയുടെ ഇമ്പാക്ട് വരുന്നത്, ജെൻഡർ എങ്ങനെയാണ് മീഡിയയിൽ പോർട്രേ ആവുന്നത്, ആ പോർട്രേയിൽ ബേസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ജെൻഡർ റോൾസും സ്റ്റീരിയോ ടൈപ്സുകളും സൊസൈറ്റിയിൽ ഷേപ്പ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള 2 ക്വസ്റ്റ്യൻ വരുന്ന ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 1ന് 2 പാർട്ട് ഉണ്ട്. ഒന്ന് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനും ഒന്ന് ഡിസ്കസ് ചെയ്യാനും. സോ ഈ 2 പാർട്ട് ബോത്ത് ഈക്വലി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ജെൻഡർ ബേസ്ഡ് വയലൻസ് ആൻഡ് ഡിസ്കസ് ഇറ്റ് വേരിയസ് ഫോംസ് ഇൻ കണ്ടംപററി സൊസൈറ്റി. പ്രൊവൈഡ് എക്സാമ്പിൾസ് ഓഫ് ലീഗൽ മെഷേഴ്സ് ദാറ്റ് എയിം ടു കോംബാറ്റ് ദിസ് ഇഷ്യൂസ് ഇൻ 2 ഡിഫറെന്റ് കൺട്രീസ്. അതായത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ജെൻഡർ വയലൻസ് ഹാപ്പൻ ചെയ്യുന്നത്, അതിന്റെ ഡെഫിനിഷൻ ആണ് ചോദിക്കുന്നത്. അത് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിഫറെന്റ് ഫോംസ് ഓഫ് ജെൻഡർ വയലൻസും ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ടിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ലീഗൽ മെഷേഴ്സ്, എങ്ങനെയൊക്കെയാണ് ഇത് പ്രിവെന്റ് ചെയ്യേണ്ട ലീഗൽ മെഷേഴ്സ് വരുന്നത്, അത് ഏതെങ്കിലും 2 കൺട്രിയെ എടുത്തിട്ട് അതിന്റെ ആ ഇഷ്യൂസ് കോമ്പാക്ട് ചെയ്തിട്ട് എഴുതാനാണ് ചോദിച്ചിട്ട് ഉള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് മസ്കുലിനിറ്റി ഇൻ മോഡേൺ സൊസൈറ്റി. ഹൗ ഹാവ് ദ പെർസെപ്ഷൻസ് ഓഫ് മസ്കുലിനിറ്റി ഇൻ ദ പാസ്റ്റ് ഡെക്കേഡ് ആൻഡ് വാട്ട് ഫാക്ടേഴ്സ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ചേഞ്ചസ്.
കോൺസെപ്റ്റ് ഓഫ് മസ്കുലിനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. മസ്കുലിനിറ്റിയുടെ പെർസെപ്ഷൻസ് എങ്ങനെയാണ് ഈ ഇത്രയും വർഷം വന്നപ്പോൾ അതിനൊരു ചേഞ്ച് വന്നിട്ടുള്ളത്, ആ ചേഞ്ചസ് എങ്ങനെയാണ്, അത് ഡിഫറെന്റ് ഫാക്ടേഴ്സ് ചേഞ്ച് വരാനായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ആൻസർ എഴുതുന്ന സമയത്ത് മസ്കുലിനിറ്റി എന്താണെന്ന് എഴുതുക, അതിന്റെ പെർസെപ്ഷൻസ് എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഗ്ലോബലൈസേഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം. സോ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ വരുന്നത് examination of role of gender in shaping labor market outcomes in developing economies. Discuss the impact of educational attainment on gender gaps in employment and wages. ഇതാണ് ക്വസ്റ്റ്യൻ രണ്ട് പാർട്ട് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എക്സാമിൻ റോൾ ഓഫ് ജെൻഡർ, ജെൻഡറിന്റെ റോൾ എന്താണ് ലേബർ മാർക്കറ്റിനകത്ത്, അത് എക്സ്പെഷ്യലി ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് ഇന്ത്യയൊക്കെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിനകത്ത് വരുന്ന റോൾ എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അടുത്ത ഏരിയ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ് കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട് ഈ ജെൻഡർ ഗ്യാപ്പുകൾ കുറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ എന്നുള്ള രീതിയിലുള്ള ആൻസർ ആണ് നിങ്ങൾ സെക്കൻഡ് പാർട്ടിനകത്ത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. ഡിസ്ക്രൈബ് ദ ചാലഞ്ചസ് ആൻഡ് ബാരിയേഴ്സ് ഫേസ്ഡ് ബൈ ദ വുമൺ ഇൻ ലീഡർഷിപ്പ് റോൾസ് വിത്ത് കോർപ്പറേറ്റ് സെക്ടേഴ്സ്. Within corporate sectors, analyze the effectiveness of quotas and other affirmative action intended to promote gender equality in leadership. So ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ വുമൺ ഫേസ് ചെയ്യുന്ന ലീഡർഷിപ്പ് റോളുകൾ ഫേസ് ചെയ്യുമ്പോൾ കോർപ്പറേറ്റ് സെക്ടേഴ്സിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, ഇതിനകത്ത് ഗ്ലാസ് സീലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. ജെൻഡർ ഗ്യാപ്പുകൾ വർക്ക് പ്ലേസിനകത്ത് വരുന്നത്, ജെൻഡർ വേജസ് എങ്ങനെയാണ് വുമൻസിന് കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാരിയേഴ്സ് ആൻഡ് ചലഞ്ചസിനകത്ത് എഴുതാം. സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനലൈസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് കോട്ടാസ് ഓഫ് അഫർമേറ്റീവ് ആക്ഷൻ ടു പ്രൊമോട്ട് ജെൻഡർ ഇക്വാളിറ്റി ഇൻ ലീഡർഷിപ്പ്. വുമണിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, ജെൻഡർ ഇക്വാളിറ്റി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ നമ്പർ 5ന്റെ സെക്കൻഡ് പാർട്ടിനകത്ത് എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് ഈസ് ഇന്റർസെക്ഷനാലിറ്റി ആൻഡ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു സ്റ്റഡി ജെൻഡർ. Discuss with the examples of different identities intersect to influence individual experience of oppression and privilege. എന്താണ് ഇന്റർസെക്ഷനാലിറ്റി എന്ന് എഴുതണം, അത് എന്തുകൊണ്ടാണ് ജെൻഡർ സ്റ്റഡീസിനകത്ത് ഇമ്പോർട്ടന്റ് എന്നുള്ളത് ഏരിയാസും എഴുതണം. അതേപോലെ തന്നെ എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യുക, ഡിഫറെന്റ് ഐഡന്റിറ്റീസ് എങ്ങനെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത് എന്നുള്ളതും അത് ഫേസ് ചെയ്ത് വരുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 6നകത്ത് പ്രൊവൈഡ് ചെയ്യുന്നു. സെക്ഷൻ ബി എന്ന് പറയുന്നത് ആൻസർ എനി 4 ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ അബൌട്ട് 300 വേർഡ്സ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 10 മാർക്സ്. ഇവിടെ ഓരോ ക്വസ്റ്റ്യനും 10 മാർക്സ് ആണ് വരുന്നത്. Question number 7. Define the term of sexual harassment and discuss its prevalence in higher educational institutions. What measures can be implemented to reduce the occurrence? So, ഇതിനകത്ത് എന്താണ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് എഴുതണം, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഇതിന് വരുന്ന പ്രിവലൻസ് എന്താണെന്ന് എഴുതണം, എന്തൊക്കെ മെഷേഴ്സ് കാരണം നമുക്ക് എടുത്ത് ഈ സെക്ഷൽ ഹറാസ്മെന്റ് റെഡ്യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും ക്വസ്റ്റ്യൻ നമ്പർ 7നകത്ത് പ്രൊവൈഡ് ചെയ്യണം. ഇത് എത്രയും 10 മാർക്കിനാണ് എഴുതാനായിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറയുന്നത് ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റീപ്രൊഡക്റ്റീവ് റൈറ്റ് ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ജെൻഡർ ഇക്വാളിറ്റി. ഹൗ ഡു റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് ഇമ്പാക്ട് വുമൻസ് ഹെൽത്ത് ആൻഡ് എക്കണോമിക് സ്റ്റേറ്റസ്. എങ്ങനെയാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ജെൻഡർ ഇക്വാളിറ്റിന്റെ കണ്ടക്സ്റ്റിനകത്ത് വരുമ്പോൾ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത്, ഈ റീപ്രൊഡക്റ്റീവ് റൈറ്റുകൾ എന്തൊക്കെയാണ്, അത് കൊണ്ട് വരുന്ന മാറ്റങ്ങൾ, അത് എങ്ങനെ വുമൻസ് ഹെൽത്തിനെ ഇമ്പാക്ട് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ നമ്പർ 8നകത്ത് പ്രൊവൈഡ് ചെയ്യുക. അടുത്തത് 9. Analyze the depiction of gender roles in recent film and television series of your choice. What messages this media convey about gender norms and expectations? So, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ജെൻഡർ റോള്, വുമൺ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ജെൻഡർ ഈ പറയുന്ന ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള റോൾസുകൾ എങ്ങനെയാണ് ഫിലിമിനകത്തും ടെലിവിഷൻ സീരീസിനകത്തും ഒക്കെ കാണിക്കുന്നത്, അത് എന്ത് മീഡിയ കൺവേ ആണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന യൂണിറ്റ് 9നകത്ത് എഴുതാനായിട്ടുള്ളത്. ഇനി 10 എന്ന് പറയുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് ഗ്ലാസ് സീലിംഗ്. ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, അത് റിലേറ്റ് ചെയ്ത് വരുന്ന ഫിനോമിന, ആ ഒരു ഫിനോമിനെ എങ്ങനെയാണ് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്തിട്ട് എഴുതാനുള്ളതെന്നാണ് ആ 10th ക്വസ്റ്റ്യൻ വരുന്നത്. 11th question, what do you mean by gender mainstreaming? Discuss the importance and provide examples how it can be implemented in public policy. Gender mainstreaming എന്താണ്, ഇത് എങ്ങനെ പബ്ലിക് പോളിസിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യും. സോ ക്വസ്റ്റ്യൻ നമ്പർ 12 എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ട്രാൻസ്ജെൻഡർ ഇൻഡിവിജ്വൽസ് ഇൻ ആക്സസിംഗ് ഹെൽത്ത് കെയർ സർവീസസ്. What steps can be taken to improve their healthcare experience and outcomes? സോ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് ഹെൽത്ത് കെയർ സർവീസിനകത്ത് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്,
എന്തൊക്കെ സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഹെൽത്ത് കെയർ എക്സ്പീരിയൻസിനകത്ത് ഹെൽത്ത് കെയർ ആ ഒരു ഏരിയക്കകത്ത് എങ്ങനെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള ഏരിയാസിനകത്തുള്ള ഒരു ആൻസർ ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്പർ 12 പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു. ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് നിങ്ങൾ ഒന്ന് കവർ ചെയ്യുക. സോ ഡിയർ ലേണേഴ്സ് ഓഫ് ലേൺ വൈസ്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് എക്സാം ഓഫ് ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ. ഓൾ ദി ബെസ്റ്റ്, സ്റ്റഡി വെൽ, ടേക്ക് കെയർ, ബൈ. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you.